ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് കൊച്ചിയിലുള്ള കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്കാണ്. ഞാനിവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. എത്ര വന്നിട്ട് എനിക്ക് മതിയാവുന്നില്ല. ഇവിടെ കുട്ടികൾക്ക് പറ്റിയത് മാത്രമല്ല, വലിയവർക്ക് പറ്റിയ റൈഡ്സും കുറേയുണ്ട്. ഞാൻ ആദ്യം തന്നെ സീസോയിലും സ്ലൈഡിലൊക്കെ കുറേ കയറി സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ പോയത് റോക്ക് ക്ലൈമ്പിങ്ങിലാണ്. അതിൻ്റെ അകത്ത് എനിക്ക് പറ്റിയ സൈസിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ അമ്മയൊക്കെ കയറി. പിന്നെ ഞാൻ പോയത് ചിൽഡ്രൻസ് ട്രാഫിക് പാർക്കിലേക്കാണ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള വണ്ടിയൊക്കെ എടുത്ത് എത്ര വേണമെങ്കിലും ഓടിക്കാം. ഇത് എന്നെപ്പോലത്തെ വേറെയും കുട്ടികളൊക്കെ ഓടിക്കണതുകൊണ്ട് ഇത് ശരിക്കും ഒരു റോഡിലേക്കൂടി വണ്ടി ഓടിക്കണ പോലെ തന്നെ ഉണ്ട്. ഇതെന്തായാലും ഒരു ത്രില്ലിംഗ് പരിപാടി തന്നെയാണ്. സൂപ്പർ. അവിടുന്നില്ലേ നേരത്തെ അവസാനം പിടിച്ചിട്ട് അത് തിരിച്ചടിച്ചിട്ട് ഓടിക്കുമ്പോൾ എന്നെ കാണുന്നു. റോക്ക് ക്ലൈമ്പിംഗ് പോലെ തന്നെ സിപ്പ് ലൈനിലും എന്നെപ്പോലത്തെ ചെറിയ കുട്ടികൾക്ക് കയറാൻ കഴിയില്ല. പക്ഷേ അച്ഛനും അമ്മയൊക്കെ അതിൻ്റെ അത് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. അടുത്ത പ്രാവശ്യം ഇതിന് തന്നെ ആയിട്ട് ഒരു ട്രിപ്പ് നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനമ്മ സിപ്പ് ലൈനിൽ കയറുന്ന ഗ്യാപ്പിൽ ഞാനവിടെ പാസിംഗ് ദ ബോളിൻ്റെ അകത്ത് പങ്കെടുത്തു. അതിൻ്റെ റിസൾട്ട് നിങ്ങളിപ്പോൾ കണ്ടോ കേട്ടോ. ആരാ ജയിച്ചെന്ന് നോക്കാലോ. ഇവിടെ ഞായറാഴ്ച ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റിയ കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ടാകും. ആൾക്കാർ ഔട്ടായി അവസാനം 2 ആളായി. അതിൻ്റെ അകത്തൊന്ന് ഞാനാണ് കേട്ടാ. പക്ഷെ ഫസ്റ്റ് അടിക്കാൻ പറ്റിയില്ല, സെക്കൻഡ് ആയിപ്പോയി. സാരമില്ല, അടുത്ത പ്രാവശ്യം വന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ അടിക്കും. എന്താണ് പേര്? റോണിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടി പ്രിയ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി ഗെയിം ഉണ്ട്. ഇവിടെ കുറെ മീനുകളൊക്കെ ഉണ്ട്. അതിനെ തൊടാനുള്ള അവസരമൊക്കെ നമുക്ക് കിട്ടി. ഇവിടെ കുറെ ഏച്ചിമാരൊക്കെ വന്നിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ടായിരുന്നു. പാട്ട് പാടുന്നവർക്ക് പാട്ട് പാടാം, കഥ പറയുന്നവർക്ക് കഥ പറയാം. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പോയത് കിക്ക് സ്കൂട്ടർ ഓടിക്കാനാണ്. ഇതിന് സേഫ്റ്റിക്കായിട്ടുള്ള ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ വീണാലൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഇതേപോലത്തെ സേഫ്റ്റി ഹെൽമെറ്റൊക്കെ ഇട്ട് ഓടിക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ചായയും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ സൈക്കിൾ ഓടിക്കാൻ പോയി. ഞാനും അമ്മയും നമുക്ക് സൈസ് കണക്കായ സൈക്കിൾ എടുത്തിട്ട് ഓടിച്ചു. കുറേ നേരം നമ്മൾ സൈക്കിൾ എടുത്ത് ഓടിച്ചു.
ഇവിടെ പലതരം സൈക്കിളൊക്കെ ഉണ്ട്. ഇതേപോലെ കുറേ ആക്കി ഇരുന്നിട്ട് ഓടിക്കാൻ പറ്റുന്ന ഫാമിലി സൈക്കിളൊക്കെ ഉണ്ട്. ഇവിടെ റോളർ സ്കേറ്റിങ്ങിൻ്റെ ഒക്കെ ട്രെയിനിങ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കും വേണ്ടിക്കില്ല ഇവിടെ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ക്രിക്കറ്റ് നെറ്റ്, ഫുട്ബോൾ കോർട്ട്, ഓപ്പൺ ജിമ്മ് ഒക്കെ ഉണ്ട്. ഇപ്പം തന്നെ രാത്രിയായി. പിന്നെ നെറ്റ്വർക്കിലൊക്കെ കയറി കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ചെറിയൊരു വാട്ടർഫോളും കണ്ടു. പിന്നെ നമ്മൾ നേരെ പോയത് ഫുട്ബോൾ കോർട്ടിലേക്കാണ്. ഫുട്ബോളും കളിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും ഒറ്റ വീലിൽ സൈക്കിൾ ഓടിക്കുന്ന സർക്കസൊക്കെ കണ്ടു. നല്ല ഉണ്ടായിരുന്നു അത്. പിന്നെ ഇവിടെ ഒരു മാജിക് ഷോ ഉണ്ടായിരുന്നു. അതും നല്ല രസമുണ്ടായിരുന്നു. पिजन के लिए क्लैप कर दो सारे और पिजन को बंद कर दो. चलो तुम बंद हो जाओ. നമ്മൾ ഇന്ന് ഫുൾ എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.